ഈ സിനിമയിൽ അഭിരാമി എന്ന അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം പോലീസ് സ്റ്റേഷനിൽ പോകുന്നൊരു സീനുണ്ട്. തൻ്റെ കാമുകന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബന്ധത്തെക്കുറിച്ച് ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ അവിടെയുള്ള പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കഥ കേട്ടിട്ട് ക്ലീഷേ സിനിമാ സ്റ്റോറി പോലെ ഉണ്ടല്ലോ എന്ന്. ഒരർത്ഥത്തിൽ ആ കഥാപാത്രം അങ്ങനെ റെസ്പോണ്ട് ചെയ്തത് ഈ സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണെന്ന് പറയാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. അതായത് സാമാന്യം സിനിമകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ചില കഥാപാത്രങ്ങൾ ഏത് രീതിയിൽ സ്വഭാവം മാറുമെന്ന് നമുക്ക് ഊഹിക്കാം. അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒന്നാം പകുതിയിൽ നടക്കുന്നുണ്ട്. സിനിമ അതൊരു വലിയ സംഭവമായിട്ട് റിവീൽ ചെയ്യുന്നുമുണ്ട്. ഒന്നാം പകുതിയിൽ ഒട്ടും മെൻഷൻ ചെയ്യാത്ത രീതിയിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന ആദ്യത്തെ ട്വിസ്റ്റ് കാണുമ്പോൾ പടം ഇനിയൊന്ന് വേറെ രീതിക്ക് പോകുമെന്ന് നമ്മളൊന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞ് അടുത്ത ട്വിസ്റ്റ് എന്ന രീതിയിൽ പടം മുന്നോട്ട് പോകുമ്പോൾ ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്നതിന് പകരം അതിപ്പോൾ എങ്ങനെ എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനേ പടത്തിന് സാധിക്കുന്നുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിലേക്ക് ഒരു ഷോക്ക് വാല്യൂവിന് വേണ്ടിയിട്ട് കഥ കുറ്റം ചാർത്തി കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ലോജിക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്നില്ല. ഇതിലെ ട്വിസ്റ്റുകളുടെ ഒരു പോക്ക് കണ്ടപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ ഇടക്കാലത്ത് ഉണ്ടാക്കിയിരുന്ന റീലുകളാണ് ഓർമ്മ വന്നത്. കാമുകനും ഒരുമിച്ച് പോകുന്നു, പെട്ടെന്ന് വേറൊരാൾ വന്ന് ഇതിൽ ആരെങ്കിലും കൊല്ലാൻ നോക്കും, അയാൾ ചത്തുപോയി എന്ന് വിചാരിച്ച് നായികയോ നായകനെയോ മറ്റേയാളുടെ കൂടെ പോകാൻ നോക്കുമ്പോൾ ചത്തുപോയ ആൾ എഴുന്നേറ്റ് വന്നിട്ട് കൊല്ലാൻ നോക്കിയ ആളുടെ കൂടെ പോകും, അവസാനം കാമുകിയോട് സലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ പോകും. ആ സൈസ് ട്വിസ്റ്റുകളൊക്കെ ഉള്ള റീലുകളില്ലേ, അതിൻ്റെ ഒരു ബിഗ് ബജറ്റ് വേർഷൻ പോലെ തോന്നി ഈ പടത്തിൻ്റെ ഒരു ഐഡിയ.